ക്ലോഷ്യസ് ക്ലേപ്പൈറോൺ ഇക്വേഷനാണ്. ആദ്യം നമുക്ക് ക്ലേപ്പൈറോൺ ഇക്വേഷൻ്റെ ഡെറിവേഷൻ നോക്കാം. എന്നിട്ട് നമുക്ക് ക്ലോഷ്യസ് ക്ലേപ്പൈറോൺ ഇക്വേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് തന്നെ ഒന്ന് നോക്കാം. ഇത് കേരള യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രി 3നെ ബേസ് ചെയ്തിട്ടുള്ളതാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ക്ലേപ്പൈറോൺ ഇക്വേഷൻ. ഞാൻ തിയറി പാർട്ടിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് എക്സാം ബേസ്ഡ് ആയിട്ട് ഡെറിവേഷൻ മാത്രം പറഞ്ഞു പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ക്ലേപ്പൈറോൺ ഇക്വേഷൻ എന്തെന്നാണ്. രണ്ട് ഫ്രീ എനർജി കൺസിഡർ ചെയ്യുക, രണ്ട് സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യുക. അപ്പം ജി എയും ജി ബിയും, അതിൽ രണ്ട് ഫ്രീ എനർജി ഉണ്ടല്ലോ. അപ്പോൾ ജി എയും രണ്ട് സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യുക, അതിലൊരാളുടേത് ജി എ, ഒരാളുടേത് ജി ബി, മറ്റൊരാളുടെ. ഈ രണ്ട് സബ്സ്റ്റൻസും ഇക്വിലിബ്രിയത്തിലാണെന്ന് വിശ്വസിക്കൂ. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ജി എ ഈസ് ഈക്വൽ ടു ജി ബി എന്ന് കിട്ടും. അപ്പം ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറൻസ് അല്ലേ എടുക്കുന്നത്, ജി ബി മൈനസ് ജി എ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 0 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിൽ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഉണ്ടല്ലോ. ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റത്തിന് ഞാൻ ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ് ടി പ്ലസ് ഡി ടിയിലോട്ട്. പ്രഷർ ഓഫ് ദ സിസ്റ്റത്തിന് ഇൻക്രീസ് ചെയ്യുകയാണ് പി പ്ലസ് ഡി ടിയിലോട്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ, നമ്മുടെ ഫ്രീ എനർജിയും എങ്ങനെ ഇൻക്രീസ് ചെയ്യും, ജി പ്ലസ് ഡി ജി എ എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യും. ജി ബി എങ്ങനെ എന്ന് പറഞ്ഞാൽ ജി എ ഈസ് ഈക്വൽ ടു ജി പ്ലസ് ഡി ജി എ എന്നും ജി ബി ഈസ് ഈക്വൽ ടു ജി പ്ലസ് ഡി ജി ബി എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നെടുത്തു. അപ്പം ഈ ജി എയും ജി ബിയും സ്ഥാനത്ത് ഞാൻ ഇത് കൊടുക്കുകയാണേ. അപ്പോൾ എങ്ങനെ വരും, ജി പ്ലസ് ഡി ജി എ ഇസ് ഈക്വൽ ടു ജി പ്ലസ് ഡി ജി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ക്ലിയർ ആയിട്ട് കാണാവോ? ഓക്കെ, ഇതിപ്പോൾ ക്ലിയർ ആയല്ലോ. നമ്മൾ തെർമോഡൈനാമിക് റിലേഷൻ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഡി ജി ഈസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. അപ്പോൾ ഡി ജി എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വി എ ഡി പി മൈനസ് എസ് എ ഡി ടി. ക്യാപിറ്റൽ എ ആണേ. ഡി ജി ബി എന്ന് പറയുമ്പോൾ വി ബി ഡി പി മൈനസ് എസ് ബി ഡി ടി. ഓക്കെ, നമുക്കറിയാം ജി എയും ജി ബിയും ഈക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ നമ്മൾ ഈക്വൽ ആണെന്ന് ഒരു ഇക്വേഷനും എഴുതി. ഇതിൽ രണ്ട് സ്ഥലത്തും ജി കോമൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ജീനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇതും ക്യാൻസൽ ആകും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, ഡി ജി എ ഈസ് ഈക്വൽ ടു ഡി ജി ബി എന്ന് വരും. ഡി ജി എ ഈസ് ഈക്വൽ ടു ഡി ജി ബി എന്ന് വരും. അപ്പോൾ അതിനർത്ഥം എന്തുവാണ്, ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് വി എ കാണാമോ, വി എ ഡി പി മൈനസ് എസ് എ ഡി ടി ഇസ് ഈക്വൽ ടു വി ബി ഡി പി മൈനസ് എസ് ബി ഡി ടി. ദാറ്റ് ഈസ് വി എ ഡി പി മൈനസ് വി ബി ഡി പി ഇസ് ഈക്വൽ ടു മൈനസ് എസ് ബി ഡി ടി പ്ലസ് എസ് എ ഡി ടി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഡി പി കോമൺ എടുത്തു. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ, ഇത് ഞാൻ ഡി പി കോമൺ എടുത്തു. ദാറ്റ് ഈസ് വി എ മൈനസ് വി ബി ഇസ് ഈക്വൽ ടു ഡി ടി കോമൺ എടുക്കുമ്പോൾ മൈനസ് എസ് ബി പ്ലസ് എസ് എ. ദാറ്റ് ഈസ് ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് എസ് ബി പ്ലസ് എസ് എ ബൈ വി എ മൈനസ് വി ബി. ഈ ഇക്വേഷനിലെ ഈ സൈഡ് ഞാൻ ടോട്ടലി നെഗറ്റീവ് ഇടുകയാണ്. ഡി ടി ഈസ് ഈക്വൽ ടു എസ് എ മൈനസ് എസ് ബി ബൈ വി ബി മൈനസ് വി എ എന്ന് പറഞ്ഞ് കിട്ടും. ഇതൊരു ഇക്വേഷനാണ്, തീർന്നില്ല, ഇനിയും ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയില്ലേ. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നത്, ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എസ് എ മൈനസ് എസ് ബി ബൈ വി ബി മൈനസ് വി എ എന്ന് പറഞ്ഞാണ് കിട്ടിയത്. അതിനർത്ഥം ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ഇൻറ്റു ബി ബി മൈനസ് ബി എ. ക്യൂ ബൈ ടി ഇൻറ്റു ബി ബി മൈനസ് ബി എ. എടാ, ക്ലേപ്പൈറോൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ
ടു ഫേസസ് ഓഫ് എ സബ്സ്റ്റൻസ് നമ്മൾ പറയാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിലേറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവിൽ ദ വേരിയേഷൻ ഓഫ് ഇക്വിലിബ്രിയം പ്രഷർ വിത്ത് ടെമ്പറേച്ചർ. നമുക്ക് എവിടെയൊക്കെ ക്ലേപ്പേറോൺ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും? ലിക്വിഡ് ടു വേപ്പർ ഇക്വിലിബ്രിയത്തിൽ, അല്ലെങ്കിൽ സോളിഡ് ടു വേപ്പർ ഇക്വിലിബ്രിയം, പിന്നെ സോളിഡ് ടു വേപ്പർ ഇക്വിലിബ്രിയം ഓർ സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ടു വേപ്പർ ആണല്ലോ സബ്ലിമേഷൻ. ആൻഡ് സോളിഡ് ടു ഇക്വിലിബ്രിയം ഓർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട്, ലിക്വിഡിൽ നിന്ന് വേപ്പറിലോട്ട്, സോളിഡിൽ നിന്ന് വേപ്പറിലോട്ട്, ഈ 3 സ്ഥലങ്ങളിലും നമുക്ക് ക്ലേപ്പേറോൺ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഇക്വേഷനിൽ നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ബി വേപ്പറൈസേഷനാണ്. മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വന്നിട്ട് ഡെൽറ്റ എച്ച് ബി എന്ന് പറയുമ്പോൾ മോളാർ ഹീറ്റ് ഓഫ് വേപ്പറേഷൻ, ദാറ്റ് ഇസ് എന്താണ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ലിക്വിഡ് ടു വേപ്പറിലോട്ട് പോണത്. അപ്പോൾ വി ജി എന്തുവാണ്? വി ജി എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് 1 മോൾ ഓഫ് വാട്ടർ ഇൻ വേപ്പർ സ്റ്റേറ്റ്, വരുന്ന വോളിയം ഓഫ് 1 മോൾ ഓഫ് വാട്ടർ ഇൻ. അപ്പോൾ ഇത് അത് എച്ച് എഫ് എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ, വോളിയം ഓഫ് 1 മോൾ ഓഫ് വാട്ടർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്, വോളിയം ഓഫ് 1 മോൾ ഓഫ് വാട്ടർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി ക്ലോഷ്യസ് ക്ലേപ്പേറോൺ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇപ്പം വീഡിയോയുടെ ലെന്ത് കൂടിപ്പോൾ നമുക്കല്ലെങ്കിൽ അതൊരു നെക്സ്റ്റ് വീഡിയോ എടുക്കാം. താങ്ക് യു.